ജീവൻ നൽകാനുള്ള കഴിവ് അത് ദൈവത്തിന് മാത്രമേ ഉള്ളൂ. മാഡം കാരണം ഒരു ജീവൻ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് എത്ര വലിയ കാര്യമാണെന്ന് മാഡം ഒന്ന് ആലോചിച്ച് നോക്കി. മാഡത്തിന് എന്ത് ആപത്ത് വന്നാലും ഈ രാജുവിനെ വിളിക്കാം. ഏത് സമയത്താണെങ്കിലും മാഡത്തിന്റെ ഒരു വെളിപ്പാടകലെ ഈ രാജു ഉണ്ടാവും. എന്റെ ജീവൻ പണയം വെച്ചിട്ടാണെങ്കിലും ഏതവസ്ഥയിൽ നിന്നാണെങ്കിലും മാഡത്തെ ഞാൻ രക്ഷിക്കും. ഇത് രാജുവിന്റെ വാക്ക. രാജു ഒരുപാട് മാറിപ്പോയിരിക്കുന്നു. ഞാൻ സ്നേഹിച്ച ആ പഴയ രാജു അല്ല ഇപ്പൊ എന്റെ കൂടെയുള്ളത്. രാജുവിന് എന്നോടുള്ള കരുതലും പരിഗണനയും ഞാൻ പ്രണയമായി തെറ്റിദ്ധരിച്ചു. ആ തെറ്റിദ്ധാരണയിൽ നിന്ന എല്ലാത്തിനും ആരംഭമായത്. ആഗ്രഹിച്ചതും ആഗ്രഹിച്ചിട്ടില്ലാത്തതുമായ ജീവിത സാഹചര്യങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന എന്റെ ജീവിതത്തിന്റെ ഒഴുക്ക് ഇനി എങ്ങോട്ടായിരിക്കും? പാതി വഴിയില് രാജു എന്നെ ഉപേക്ഷിക്കോ? ഇതെന്ത് പറ്റി? ഋതിക മേഡം എന്തിനാ ഇങ്ങനെ പാതിരാത്രിയിൽ എഴുന്നേറ്റിരുന്ന് കരയുന്ന? ഒന്നുമില്ല രാജു. ഒന്നും ഇല്ലാഞ്ഞിട്ടാണോ ഇങ്ങനെ രാത്രിയിൽ എഴുന്നേറ്റിരുന്ന് കരയുന്ന? എന്താ ഇപ്പൊ മേഡത്തിന്റെ പ്രശ്നം? രാജു, എന്റെ നല്ലതിന് വേണ്ടിയിട്ട് മാത്രമല്ലല്ലോ, നമ്മുടെ ഒരുമിച്ചുള്ള ജീവിതത്തിന് കൂടി വേണ്ടിയ രാധമ്മയും വേണമെങ്കിലും ഈ പൂജകളും വഴിപാടുകളും എല്ലാം നടത്തുന്നത്. അതിലൊന്നും കാര്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല മാഡം. മാഡം വെറുതെ ആവശ്യമില്ലാത്തതൊന്നും ആലോചിച്ചിരിക്കാതെ കിടന്നുറങ്ങാൻ നോക്ക്. എനിക്ക് ഉറക്കം വരുമ്പോ ഞാൻ ഉറങ്ങിക്കോളാം. ഞാൻ രാജുവിനെ ഉറക്കത്തെ ബുദ്ധിമുട്ടിച്ചില്ലല്ലോ. രാജുവിന് ഉറക്കം വരുന്നെങ്കിൽ രാജു ഉറങ്ങിക്കോ. യാമിനി, യാമിനി. എന്താ ചേച്ചി? അതെ, നീ ഇങ്ങോട്ട് വന്നേ. പിന്നെ പ്രതാപം വരാൻ സമയായി. നമുക്ക് എല്ലാ കാര്യങ്ങളും പ്രതാപനോട് പറയണ്ടേ? എന്ത് കാര്യം ചേച്ചി? ഓ, നീ അങ്ങ് മറന്നു പോയോ പൊന്നി യാമിനി? രാജുവും ഋതികയും കല്യാണം കഴിച്ചിട്ടില്ല എന്നുള്ള സത്യം നമുക്ക് പ്രതാപനോട് പറയണ്ടേ? ചേച്ചി അത് യാമിനി, നീ വെറുതെ വേഷം കെട്ടെടുക്കരുത്. ഉള്ള സത്യം നീ പ്രതാപനോട് തുറന്നു പറയുന്നതാ നിനക്ക് നല്ലത്. അല്ലെങ്കിൽ അറിയാലോ, പ്രതാപൻ എങ്ങനെയെങ്കിലും ഈ സത്യം അറിയും. അന്ന് നിനക്ക് ഈ സത്യം അറിയാമായിരുന്നു എന്ന് ഞാൻ പ്രതാപനോട് പറഞ്ഞു കഴിഞ്ഞാലേ നിന്നോട് പ്രതാപനുള്ള എല്ലാ മമതയും ഇല്ലാതെയാവും. നീ ആലോചിക്ക്. ദേ, ഒരുപാട് സമയമില്ല. പ്രതാപന്റെ ഇപ്പൊ ഇവിടെ എത്തും. എന്താ യാമിനി? എന്താടാ, നിന്റെ ഭാര്യയോട് എനിക്ക് സംസാരിക്കാൻ പാടില്ലേ? സംസാരിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്തു പക്ഷേ? അല്ല, യാമിനിയെ ചേച്ചി എന്തോ ഭീഷണിപ്പെടുത്തുന്നതായിട്ട് എനിക്ക് തോന്നിയത്. ഭീഷണിപ്പെടുത്താനോ? ഞാനോ? എടാ, ഞാൻ എന്തിനാടാ യാമിനിയെ ഭീഷണിപ്പെടുത്തുന്നേ? അല്ല, എനിക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നി. അങ്ങനെയൊന്നും ഇല്ലടാ.
പ്രതാപ, യാത്രയൊക്കെ സുഖമായിരുന്നോടാ? സുഖമായിരുന്നു ചേച്ചി. നീ ഇവിടെ നിക്കേ. യാമിനി, രാജു ഋതിക്ക് എത്തിയോ? ആ പുറപ്പെട്ടിട്ടുണ്ട്. എവിടെയെല്ലാം പോയി വന്നതാ. സന്തോഷം മോനെ. നിന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിയായി കാണണമെന്നാ ചേച്ചിയുടെ ആഗ്രഹം. അതിനെല്ലാം സമയമുണ്ടല്ലോ ചേച്ചി. യാമിനി, നിനക്കെന്തോ പ്രതാപനോട് പറയണമെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞോ എന്താന്ന് വെച്ചാ? ചേച്ചി അത് ആ, യാമിനി എന്നെ വിളിച്ചിരുന്നു അല്ലേ? തിരിച്ചു വിളിക്കാമെന്ന് ഞാൻ മെസ്സേജ് അയച്ചിരുന്നു. പക്ഷെ വിളിക്കാൻ പറ്റിയില്ല. സോറി. അല്ല, എന്താ യാമിനി, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായിരുന്നോ? അത്യാവശ്യമൊന്നുമില്ല പ്രതാപേട്ട. ശേഖരേട്ടൻ പറഞ്ഞിട്ടാ ഞാൻ വിളിച്ചത്. ആ, എന്താ ശേര? ചേട്ടാ, അത് മില്ലിലൊരു കാര്യം സംസാരിക്കാനായിരുന്നു. എന്റെ ഫോൺ ഓഫായിരുന്നു. അതാ ഞാൻ യാമിനിയുടെ ഫോണിൽ നിന്ന് വിളിച്ചത്. ചേട്ടനൊരു കാര്യം ചെയ്യ്, പോയി റെസ്റ്റ് എടുക്ക്. നമുക്കത് പിന്നീട് സംസാരിക്കാം. ചേട്ടന് നല്ല യാത്രാക്ഷീണം കാണില്ലേ? ചെല്ല് ചേട്ടാ, ചെല്ല്, പോയി റെസ്റ്റ് എടുക്ക്. നമുക്കത് പിന്നീട് സംസാരിക്കാം. ഞാൻ വിളിച്ചപ്പോൾ അത്യാവശ്യമായിരുന്നു, പക്ഷെ ഞാനത് പരിഹരിച്ചു.